റെട്രോ സൂര്യ കാർത്തിക് സുബ്രാജ് പടം. ഈ കാർത്തിക് സുബ്രാജിൻ്റെ സിനിമകളൊക്കെ എന്ന് പറയുന്നത് പ്രത്യേക ടൈപ്പ് ഓഫ് മൂവീസാണ്. ഇപ്പോൾ 2012 പിസ മുതൽ റെട്രോ വരെയുള്ള മൂവീസ് എന്ന് പറയുന്നത് ഒക്കെ ഒരു ഡിഫറെൻറ്റ് ജോണറാണ്. പുള്ളിയുടെ മേക്കിംഗ്, പുള്ളി കഥ പറഞ്ഞു പോകുന്ന രീതി ഒക്കെ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് പുള്ളി അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മൂവി എല്ലാവർക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ പ്രയാസമായിരിക്കും. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഇതൊരു ഗ്യാങ്സ്റ്റർ പ്ലസ് ലവ് സ്റ്റോറി മൂഡ് ഒരു ഫിലിമാണ്. മലയാളത്തിൽ നിന്നും ഒരുപാട് ആർട്ടിസ്റ്റ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജോജു ജോർജ്, ജയറാം തുടങ്ങിയ ഒരുപാട് ആർട്ടിസ്റ്റ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കണ്ടു മറന്ന ക്ലീഷേ സ്റ്റോറി തന്നെയാണ്. അതായത് ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ടാവും, ഇപ്പോൾ സ്മഗ്ലിങ്, വെട്ട്, കുത്ത്, കൊലപാതകമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ടാവും. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരുന്നു, അങ്ങനെ ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തി നല്ലവനായിട്ട് ഉണ്ണിയായിട്ട് മാറുന്നു. ആ ഒരു ക്യാരക്ടറാണ് സൂര്യ ഇതിൽ ചെയ്തത്. സൂര്യയുടെ ക്യാരക്ടറിൻ്റെ പേര് പാരിവേൽ എന്നാണ്. ഇതിലെ നായികയുടെ പേര് രുക്മണി എന്നാണ്. പാരി, രുക്കു, ഇവർ തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് ഈ സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോഴേക്ക് സൂര്യ ഒരു ഐലൻഡിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് സിനിമ പിന്നെ ഒരു കൈവിട്ട പോക്കാണ്. ഈ സിനിമയിൽ ജയറാമിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കണ്ടിരുന്നു. ഇതിനു മുന്നേ ശങ്കറിൻ്റെ ഗെയിം ചേഞ്ചർ പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിലും ജയറാമിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് ട്രോളൊക്കെ കണ്ടിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ സിനിമയിൽ ജയറാം ചെയ്ത ക്യാരക്ടർ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ജയറാം ആ ക്യാരക്ടർ ചെയ്യണോ എന്നുള്ളതാണ് ഇഷ്യൂ. ഇപ്പോൾ എല്ലാവരും പറയുന്നത് മലയാളത്തിലെ ഇത്ര വലിയൊരു നടനായിട്ട് എന്തിനാണ് അന്യഭാഷയിൽ പോയിട്ട് ഇങ്ങനത്തെ കോമാളി റോളുകൾ ചെയ്യുന്നതെന്നാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒന്നെങ്കിൽ മലയാളത്തിന് പുള്ളീനെ ആരും വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് പുള്ളീനെ വെച്ച് സിനിമ ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. ആഫ്റ്റർ ഓൾ ഹീ ഈസ് ആൻ ആർട്ടിസ്റ്റ്. ഒരു കലാകാരനെ സംബന്ധിച്ച് പുള്ളിയുടെ മുന്നിലേക്ക് വരുന്ന റോള് അത് നന്നായിട്ട് ചെയ്യാമെന്ന് മാത്രമാണ് പുള്ളിയുടെ ഡ്യൂട്ടി. പിന്നെ ജോജോയുടെ ക്യാരക്ടർ വലിയ കുഴപ്പമില്ലായിരുന്നു. സൂര്യയുടെ ഫാദറായിട്ടാണ് വരുന്നത്, ഒരു ഗ്യാങ്സ്റ്ററാണ്, വലിയ കുഴപ്പമില്ലാതെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പാരിയും രുക്കും തമ്മിലുള്ള ലവ് സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. കാരണം സിനിമ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്യാങ്സ്റ്റർ മൂഡിൽ ഫൈറ്റൊക്കെ ആയിട്ട് പോകുന്ന സിനിമയിലേക്ക് ഈ രുക്മണി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരികയാണ്. പിന്നെ അവരുടെ ലവ് സ്റ്റോറിയൊക്കെ ആയിട്ട് സിനിമ ഒരു വലിച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിൽ സൂര്യയുടെ പാരിവേൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ രുക്മണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമ്മളെ വല്ലാതിട്ട് വെറുപ്പിക്കുന്നത്. തിയേറ്ററിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു രുക്മണിയുടെ ഒരു സീനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ പലയിടത്തും ഒരു ലോ ഫേസിലേക്ക് സിനിമ പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യുന്നത് ഈ സിനിമയുടെ BGM-ഉം സൂര്യയുടെ ലുക്കുമാണ്. ഇതിൻ്റെ BGM ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ പല സീനുകളുണ്ട്, സൂര്യയുടെ മാസ് സീനുകളൊക്കെ, അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോഴേക്ക് സൂര്യ ഒരു ഐലൻഡിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് സിനിമയുടെ കഥയൊക്കെ മാറുന്നുണ്ട്. പിന്നെ വേറെ ലെവലിലേക്കൊക്കെയാണ് സിനിമ പോകുന്നത്. നമുക്ക് ഒരുപാട് വില്ലന്മാർ വരുന്നുണ്ട്. പലയിടത്തും നമുക്കൊരു വലിച്ചിലും ഒരു ബോറൊക്കെ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു BGM, ഇടയ്ക്ക് വരുന്ന സൂര്യയുടെ ഫൈറ്റ്, പുള്ളിയുടെ സ്റ്റൈലിഷ് അപ്പിയറൻസ്, ഇതിലൊക്കെയാണ് അത് ഓവർകം ചെയ്ത് പോകുന്നത്. ഓവറോൾ ഒരു ഏവറേജ് സിനിമയായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. ഒരു മോശം സിനിമ എന്ന് പറയാനൊന്നുമില്ല. കങ്കുവേനൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ് ഈ സിനിമ. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്.